ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളുടെ തുടർച്ചയിലാണ് നമ്മളുള്ളത്. ഇന്ന് 3-ാമത്തെ ഹദീസാണ് പരിശോധിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്ത് വ ഈതാഇസ് സകാത്ത് വ ഹജ്ജിൽ ബൈത്ത് വ സൗമി റമളാൻ. ഇതാണ് പ്രസ്തുത ഹദീസ്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധ സന്തതിയായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു ഉമർ എന്ന പേരിലും അദ്ദേഹം വിശ്രുതനാണ്. എനിക്ക് വ്യക്തിപരമായി ഏറെ മതിപ്പും കാണണമെന്ന് ആഗ്രഹവുമൊക്കെയുള്ള ഒരു സ്വഹാബി വര്യനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ റസൂലുമായി അങ്ങേയറ്റത്തെ ബാന്ധവം ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയായിരുന്നു. റസൂല് നടക്കുന്ന വഴികളിലൂടെ ആ കാൽപാദങ്ങൾ പിന്തുടർന്ന് ഓരോ കാലടിയുടെ മേൽ തൻ്റെ കൊച്ചു കാൽപാദങ്ങൾ വെച്ച് പിച്ച വെച്ച് നടക്കുമായിരുന്നു അദ്ദേഹം. വളർന്നു വലുതായപ്പോഴും തൻ്റെ പിതാവായ 2-ാം ഖലീഫയുടെ നിഴലായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും ഭൗതികമായ പല നേട്ടങ്ങളും കയ്യെത്തും ദൂരത്തെത്തിയിട്ടും അകന്നു പോകുന്നത് നിർവികാരതയോടെ നോക്കി നിന്ന ആളായിരുന്നു അദ്ദേഹം. പിന്നീട് ഖുലഫാ റാഷിദീങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞപ്പോഴും ധാരാളം ഫിത്നകൾ മുസ്ലിം ലോകത്ത് ഉടലെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രത്യേകം പഠിക്കപ്പെടേണ്ടതുമായിരുന്നു. ഇരിക്കട്ടെ, ഈ ഹദീസ് അദ്ദേഹമാണ് ഉദ്ധരിക്കുന്നത്. ഹദീസിന്റെ അർത്ഥം പറഞ്ഞു തുടങ്ങാം. സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഇസ്ലാം 5 എണ്ണത്തിന്റെ മുകളിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന സത്യസാക്ഷ്യമാണത്. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതോടൊപ്പം മുഹമ്മദ് അള്ളാഹുവിൻ്റെ തിരുദൂതനാണെന്ന സാക്ഷ്യവുമാണ്. വ ഇഖാമിസ് സ്വലാത്ത്, നിസ്കാരം സംസ്ഥാപിക്കലാണ്. വ ഈതാഇസ് സകാത്ത്, സക്കാത്ത് കൊടുത്തുവീട്ടലാണ്. വ ഹജ്ജിൽ ബൈത്ത്, ഹജ്ജ് പൂർത്തിയാക്കലാണ്. വ സൗമി റമളാൻ, റമളാനിൽ നോമ്പനുഷ്ഠിക്കലുമാണ്. നമുക്ക് വളരെയേറെ സുപരിചിതമായ ഹദീസ് തന്നെയായിരിക്കും ഇതും. ഹദീസ് എങ്ങനെ തന്നെ പരിചയമില്ലെങ്കിൽ പോലും ഇതിലെ ആശയം അറിയാത്തവരായി ഒരു മുസ്ലിമും ലോകത്തുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഹദീസിലും ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് ഇത് തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി. പക്ഷേ ചെറിയൊരു ക്രമവ്യത്യാസം ഇവകൾ തമ്മിലുണ്ട്. ഇതിൽ ഹജ്ജിന് ശേഷമാണ് റമളാനിലെ നോമ്പിനെ പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എണ്ണമോ ക്രമമോ ആത്യന്തികമായി പ്രധാനപ്പെട്ട കാര്യമല്ല. അതിനും അപ്പുറം അവകളോട് നമ്മൾ എടുക്കുന്ന സമീപനവും അതിൻ്റെ ആത്മാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നതുമൊക്കെയാണ് പ്രധാനം, നമ്പറുകളിലോ ക്രമത്തിലോ അല്ല. ഇരിക്കട്ടെ, നമുക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു വരാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഷഹാദത്താണ്, സത്യസാക്ഷ്യമാണ്. സ്വയം ബോധ്യപ്പെടലും അത് തൻ്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ പ്രകാശിപ്പിക്കലുമാണ് ഷഹാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയും അള്ളാഹുവാണ് ഏകനായ ഇലാഹ്, ഏകനായ മഅബൂദ്, ഏകനായ റബ്ബ് തുടങ്ങിയവയൊക്കെ അംഗീകരിക്കലും അത് പ്രഖ്യാപിക്കലുമാണ്. ഇതാണ് തൗഹീദിന്റെ അടിത്തറ, ആണിക്കല്ല് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ കലിമത്ത് തൗഹീദ് എന്ന് പറയാം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ ഷഹാദത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും ഒക്കെ അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ്. മറ്റൊന്ന് ഇത് നമ്മെ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അള്ളാഹുവിൻ്റെ അവസാനത്തെ തിരുദൂതനാണ് എന്ന കാര്യം പ്രഖ്യാപിക്കലുമാണ്. ഷഹാദത്ത് അത് നാവ് കൊണ്ട് ഉച്ചരിക്കണം അഥവാ പ്രഖ്യാപിക്കണം. അതിൻ്റെ ആശയം നന്നായി മനസ്സിലാക്കി ഉൾക്കൊണ്ടിരിക്കണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിരിക്കണം. ഇപ്പോൾ മനസ്സാ വാച കർമ്മണ എന്നൊക്കെ പറയുന്നത് പ്രകാരം ഷഹാദത്തിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിരിക്കണം. മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ അനിവാര്യമായ താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെ കൂടി, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയെ കൂടി, പ്രവാചകത്വത്തിൻ്റെ ഭാഗമായി പഠിപ്പിച്ചവയെ കൂടി അംഗീകരിക്കുക, ജീവിതത്തിൽ നടപ്പിലാക്കുക എന്ന് പറയുന്നത്. മാ നഹൈതുകും അൻഹു ഫജ്തനിബു വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതു. അപ്പോൾ ഞാൻ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കണം, ഞാൻ കൽപ്പിച്ചത് നിവർത്തിക്കുകയും വേണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ കാര്യം അസ്വലാത്ത്, നിസ്കാരമാണ്. ഇബാദാത്തുകളിൽ സർവശ്രേഷ്ഠമായ ഒന്നാണ് സ്വലാത്ത് എന്നത്. ഷഹാദത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിസ്കാരത്തിനാണ് പ്രധാനം.
മുഅ്മിനിന്റെ മിഅ്റാജാണ് നിസ്കാരമെന്നും അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ് നിസ്കാരമെന്നും ഒക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അള്ളാഹുവുമായി ഏറ്റവും അടുക്കാൻ കഴിയുന്ന ഒരു മുഅ്മിൻ പടച്ചവനുമായി ഏറ്റവും അടുക്കുന്ന ഒരു സന്ദർഭം നിസ്കാരത്തിലെ സുജൂദിലാണ് എന്ന് നമുക്ക് കാണാം. അങ്ങനെ അള്ളാഹുമായി ഏറെ അടുത്ത് ഏറെ വിലയം പ്രാപിക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് നിസ്കാരം. നിസ്കാരമില്ലെങ്കിൽ മറ്റെല്ലാ ഇബാദാത്തുകളും സ്പോയിലായി പോവും. ഇന്ന അവ്വലമാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹിം അസ്വല. ഉയർപ്പ് നാളിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ കർമ്മങ്ങളിൽ ഏറ്റവും ആദ്യം വിചാരണക്കെടുക്കുന്നത് നിസ്കാരമായിരിക്കും. അപ്പൊ നിസ്കാരമില്ല എന്നുണ്ടെങ്കിൽ മറ്റെല്ലാ അമലുകളും കണക്കിലെടുക്കപ്പെടാതെ പോകുന്ന അവസ്ഥ പോലും ഉണ്ടാകാം. എന്നാൽ നിസ്കാരം മാത്രം ഉള്ളത് കൊണ്ട് രക്ഷപ്പെടും എന്നും അർത്ഥമില്ല. ഒരു എക്സാം ഹാളിൽ ഹാൾ ടിക്കറ്റ് എത്ര പ്രധാനമാണോ എന്നതുപോലെയാണ് നിസ്കാരത്തിന്റെ കാര്യവും. ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എക്സാം ഹാളിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ അതിന്റെ തലേന്നുമൊക്കെ ഉറക്കമൊഴിച്ച് പഠിച്ചതെല്ലാം ഉത്തരപേപ്പറിൽ പ്രദർശിപ്പിക്കാൻ കഴിയുള്ളൂ. ഹാൾ ടിക്കറ്റ് അതിനനിവാര്യമാണ്. എന്നാൽ ഒരക്ഷരം പോലും പഠിക്കാതെ ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ ഹാളിൽ വന്നാൽ ഹാളിനകത്തേക്ക് പ്രവേശിക്കാമെന്നല്ലാതെ പരീക്ഷയ്ക്ക് ഒന്നും എഴുതി പാസ്സാവാൻ അയാൾക്ക് സാധിച്ചോളണമെന്നില്ല. എന്ന പോലെയാണ് നിസ്കാരത്തിന്റെ ഈ കാര്യം. നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇഖാമത്തുസ്സലാത്ത് എന്നാണ് പറയാറുള്ളത്. നിസ്കാരം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പറയുന്നത്. വല്ലപ്പോഴും നിസ്കരിക്കുന്നതിനെ കുറിച്ചല്ല, കൃത്യമായി സമയബന്ധിതമായി എല്ലായ്പ്പോഴും നിസ്കരിക്കുന്നതിനെ കുറിച്ചുമല്ല, മറിച്ച് നിസ്കാരം എന്ന വ്യവസ്ഥ, ആ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായ് വൽ മുൻകർ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നുമൊക്കെ നമ്മളെ തടയുന്ന ഒരു മർമ്മപ്രധാനമായ കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. കാര്യം അക്കിമി സ്വലാത്ത് അലി ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ അടിക്കടി നിസ്കരിക്കുമ്പോൾ സമൂഹത്തിൽ ആകമാനം ദൈവ ചിന്തയും ദൈവപ്രോക്തമായ കർമ്മങ്ങളുമൊക്കെ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി തിന്മയും അധർമ്മവും അസാൻമാർഗികതയും എല്ലാം ഇല്ലാതായി പോകും. അതുകൊണ്ട് നിസ്കാരം എന്നതൊരു സിസ്റ്റമായിരിക്കണം. അപ്പോൾ ആ സിസ്റ്റം നിലനിൽക്കാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നടപ്പിലാക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായി മസ്ജിദുകൾ നിർമ്മിക്കണം, അവിടെ വൃത്തിയും വെടിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, അവിടെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ആളുകളെ നിയമിക്കണം, അവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇങ്ങനെ തുടങ്ങി ഒരു 100,000 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് പോലും ബൂട്ടിട്ട പോലീസുകാരുടെ ചവിട്ടേൽക്കാനുള്ള കാരണമായി തീർന്നു. വീടുകൾ ബുൾഡോസറുകളാൽ തകർക്കപ്പെടാനുള്ള കാരണമായി തീർന്നു. മൊത്തത്തിൽ അന്തസ്സും അഭിമാനവും ഒക്കെ പിച്ചി ചീന്തപ്പെടാനുള്ള കാരണമായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകളും ദൈവഭവനങ്ങളുമെല്ലാം കൈയടക്കപ്പെടുന്ന, പിടിച്ചുപറിക്കപ്പെടുന്ന സ്ഥിതിഗതികളും നമുക്ക് കാണാവുന്നതാണ്. ഇതിനെയെല്ലാം പ്രതിരോധിക്കുക എന്ന് പറയുന്നതും ഇഖാമത്തുസ്സലാത്ത് എന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്തത് സക്കാത്താണ്. ഒരു വ്യക്തി തൻ്റെ സമ്പത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി അള്ളാഹു തന്നെ നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു ചെറിയൊരു വിഹിതം അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടി നീക്കിവെക്കുന്നതിൻ്റെ പേരാണ് സക്കാത്ത് എന്നത്. ഒരു സാമ്പത്തിക വ്യയമാണ് സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇനം സമ്പത്തുകൾക്കും അത് ബാധകമാവുകയും ചെയ്യും. അടുത്തത് ഹജ്ജാണ്. ഹജ്ജുൽ ബൈത്ത് എന്ന് പറയുന്നത് കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യലാണ്. തീർച്ചയായിട്ടും അവിടെ സാമ്പത്തികമായ വ്യയം ആവശ്യമാണ്, ശാരീരികമായ അധ്വാനം കൂടി ആവശ്യമാണ്. വളരെയേറെ പ്രധാനപ്പെട്ട ഒരു അമലായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുമുള്ളൂ. അവസാനമായി സൗമു റമളാൻ. റമളാനിലെ വ്രതാനുഷ്ഠാനമാണ്. അതും വർഷത്തിൽ ഒരു ആവൃത്തി മാത്രമാണ് കടന്നു വരുന്നത്. ഈ ഒരു മാസക്കാലം മുഴുവൻ അള്ളാഹുവിനെ ഓർത്ത് ശാരീരികമായി ഏറ്റെടുക്കുന്ന ഒരു അധ്വാനമാണ് സൗമ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദീനിന്റെ അടിത്തറയാണ്, നെടുന്തൂണുകളാണ്. എന്ന് പറഞ്ഞാൽ ഇവകളാണ് ദീൻ എന്നല്ല അർത്ഥം. ഇവകൾ ഉൾപ്പെടെ വേറെ എന്തെല്ലാമാണോ തൂണുകളുടെ മുകളിൽ പടുത്തുയർത്തപ്പെടാൻ പോകുന്നത് അവകളെല്ലാമാണ് ദീൻ. ഈ 5 കാര്യങ്ങൾ മാത്രമാണ് ദീൻ എന്ന് കരുതി പോകാൻ ഒരു ന്യായവുമില്ല എന്നല്ല ഈ ഹദീസ് പറയുന്നതും. മറിച്ച് 5 കാര്യങ്ങളുടെ മുകളിൽ പണിതുയർത്തേണ്ടതാണ് ദീൻ എന്നാണ്. അപ്പോൾ ദീനിന് വേറെയും മൗലികവും നൈതികവുമൊക്കെ ആയിട്ടുള്ള മാനങ്ങളും തലങ്ങളുമൊക്കെ ഉണ്ട്. അവകളെല്ലാം ചേർന്ന അതിസുന്ദരമായ ബൃഹത്തായ ഒരു സൗധമാണ് ദീൻ എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്ത ഹദീസ് ഇൻഷാ അല്ലാഹ് നാളെ പരിചയപ്പെടാം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.